സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ? അതിന് വേറൊരു വി ഡി സതീശനായിരുന്നു എന്ന് എനിക്കറിയില്ല. മാത്രമല്ല 2013 ഇതേ തൃശ്ശൂരിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ വി ഡി സതീശനല്ലേ? അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ പൊതുമധ്യത്തിലുണ്ട്. അന്നൊന്നും RSSനെ കുറിച്ച് സതീശന് അയിത്തം ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ പുതിയ അയിത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല സതീശൻ്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്, ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് ജവഹർലാൽ നെഹ്റു 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ RSSനെ ക്ഷണിച്ചതും സതീശന് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ, സതീശൻ്റെ പുതിയ ആരോപണങ്ങൾ, പുതിയ സിദ്ധാന്തങ്ങൾ, അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ വരുന്നത് അതാണ്. കാരണം ആ ഗൂഢാലോചന സതീശൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രത്തിൻ്റെയും ഒരു നയപരിപാടിയുടെയും ഭാഗമായിട്ടാണ്. കാരണം PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ഫോൺ ചോർത്തൽ പോലെയുള്ള ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം സുപ്രീം കോടതി തന്നെ വ്യക്തിയുടെ, പൗരൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന്, ഭരണഘടനയുടെ 22-ാം വകുപ്പിൻ്റെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. തെലങ്കാന ഹൈക്കോടതി രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന നടപടിയാണ് ഈ തരത്തിൽ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ ഒരു കൃത്യം. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയും അതിലൂടെ പിണറായി വിജയനും ഈ ആരോപണത്തിന് വിധേയനായിട്ടുള്ള ADGPയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം, ആ തന്ത്രമല്ലേ ഇപ്പോഴത്തെ ഈ പുതിയ ആരോപണങ്ങളും ഗൂഢാലോചനയും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം. അൻവർ ഉന്നയിച്ചിട്ടുള്ള ഫോൺ ചോർത്തൽ, കസ്റ്റഡി കൊലപാതകം, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊലപാതകം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സതീശന് മിണ്ടാട്ടമില്ല. മാത്രമല്ല പെഗാസസ് എന്നുള്ള പേരും പറഞ്ഞ് പാർലമെൻറ്റിൽ കുറേ ദിവസം ബഹളം ഉണ്ടാക്കി സഭ സ്തംഭിച്ചതിന് ഞാനും കൂടി സാക്ഷിയാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ വലിയ ബഹളം കാണിച്ച ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഫോൺ ചോർത്തൽ, ആ ഫോൺ ചോർത്തലിനെ കുറിച്ച് എന്താ സതീശനും സതീശൻ്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയും ഇടങ്കൈയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കാർക്കും മിണ്ടാട്ടമില്ലാത്തത്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഉൾപ്പെടെയുള്ള ഫോണുകൾ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന് ഭരണകക്ഷി MLA തന്നെ പറഞ്ഞിട്ട് സതീശന് അതിനെക്കുറിച്ച് നടപടിയില്ലാത്തതിൽ ആശങ്കയില്ല. MLA തന്നെ സ്വയം സമ്മതിച്ചു, ഞാൻ തന്നെ നിരവധി ആളുകളുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതോ ചോർത്തിക്കെട്ടിയ വിവരങ്ങളിൽ സതീശനെതിരായിട്ടുള്ള വല്ലതും പിണറായിയുടെ പക്കലുണ്ട് എന്നുള്ള ഭയമാണോ സതീശനെ ഈ കാര്യം ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നതിൽ നിന്ന് തടയുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ RSSനെ അനാവശ്യമായിട്ട് വലിച്ചടക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളുകളെയാണ് കസ്റ്റഡിയിലെടുക്കുകയും കൊല്ലുകയും ദുരൂഹമായിട്ടുള്ള തീരോധാനം അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. താമർ ജിഫ്രിയും മുഹമ്മദ് അട്ടൂരിൻ്റെയും കുടുംബങ്ങൾ, അവർ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ സതീശന് മിണ്ടാട്ടമില്ല, ലീഗിൻ്റെ നേതാക്കന്മാർക്ക് മിണ്ടാട്ടമില്ല. അതുകൊണ്ട് മാസപ്പടി കേസിലെ പോലെ തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ, അതിനു വേണ്ടിയിട്ട്
വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ RSSനെതിരായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും RSSനെ ഈ ചിത്രത്തിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും എന്നാണ് എൻ്റെ ബലമായ സംശയം. പിന്നെ സതീശൻ്റെ ഹിന്ദു സ്നേഹം, കാരണം ഹിന്ദുക്കളെ RSS സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സതീശൻ്റെ ഏറ്റവും വലിയ പരാതിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2018 ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയപ്പോൾ സതീശൻ എവിടെയായിരുന്നു? സതീശൻ്റെ പാർട്ടി എവിടെയായിരുന്നു? അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യാനും അടികൊള്ളാനും RSSും BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തവണയും സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടെ ദർശനം നടത്താൻ കഴിയാതെ മാലയൂരി പമ്പയിൽ നിന്നും പന്തളത്ത് നിന്നും ഒക്കെ തിരിച്ചുപോയത്. അന്നൊന്നും സതീശന് ഈ ഹിന്ദു സ്നേഹം കണ്ടിട്ടില്ല. അന്നൊന്നും ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രക്ഷ മിണ്ടിയിട്ടില്ല. മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനമെടുക്കാൻ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമായിരുന്നില്ല. അതിൽ പങ്കെടുക്കരുത് എന്ന് ആദ്യം ആവശ്യപ്പെട്ട സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കേരളത്തിലേതാണ്. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ്സുകാർ സംശയിച്ചു നിന്നപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാർ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പങ്കെടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സംസ്ഥാന ഘടകം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകമാണ്. അതുകൊണ്ട് സതീശൻ ഇപ്പോൾ ഹിന്ദു സംരക്ഷണം, ആ ഹിന്ദു സംരക്ഷണത്തിൻ്റെ വക്താവായിട്ട് വന്നിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് BJPയെയും RSSനെയും പഠിപ്പിക്കരുത്. അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമില്ല. ആ കാര്യം ഞങ്ങൾക്ക് കഴിയാവുന്ന തരത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എക്കാലത്തും ഹിന്ദു സമൂഹം ഒരു തരത്തിലുള്ള അവഗണനയ്ക്കും പാത്രമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരം.